നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റ്, കേക്ക് എന്തും ആയിക്കൊള്ളട്ടെ, അതിൻ്റെ പുറകിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കണ്ടിട്ടുണ്ടോ? അതിനകത്ത് എന്തുമാത്രം കെമിക്കൽസ്, ഷുഗർ, അതുപോലെ കളേഴ്സൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് അറിയോ? ഇതാണ് നമ്മൾ വാങ്ങി നമ്മുടെ മക്കൾക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് വളരെ ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഈ കേക്കോ ബിസ്ക്കറ്റോ ഒക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു സീക്രട്ട് ഏജൻറ്റാണ് നമ്മുടെ ഗ്രീൻ ഷെഫിൻ്റെ സിസിൽ ഡിജിറ്റൽ എയർ ഫ്രയർ ഓവൻ. ഗ്രീൻ ഷെഫിൻ്റെ പേര് പോലെ തന്നെ ഇത് എയർ ഫ്രയർ കം ഒരു ഓവനാണ്. അതായത് നമുക്ക് എയർ ഫ്രയറിൻ്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ ഒരു ഓവൻ്റെ ഫംഗ്ഷനും ഈസി ആയിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ചെയ്തെടുക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്തെടുക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കേക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്കൊരു 15 ഡേറ്റ്സോളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാല് ചേർത്ത് ഒന്ന് കുതിരാനായിട്ട് ആദ്യം തന്നെ മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലോട്ട് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സിൻ്റെ മിക്സ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് ബ്രൗൺ ഷുഗറാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ മധുരത്തിന് 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കിതിനകത്ത് എഗ്ഗും അതുപോലെ ബീറ്ററും ഒന്നും ആവശ്യമില്ല, ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു അരിപ്പ് വെച്ചതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഇത് അല്പാൽപ്പമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പാല് നമുക്ക് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ടൈറ്റ് ആവണ്ട, ഒരുപാട് ലൂസും ആവണ്ട. ഏകദേശം ഒരു 1.25 കപ്പ് പാല് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1.25 ടീസ്പൂൺ വിനീഗർ ചേർക്കാം. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് വരും. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്ററിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യാനായിട്ട് മാറ്റണം. കൂടുതൽ സമയം പിന്നെ പുറത്ത് വെക്കാനായിട്ട് പാടില്ല. അപ്പോൾ എന്താ ഒരു കേക്ക് ടിന്ന്, ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ഞാൻ നന്നായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയും കൂടി കൊടുക്കുക. ഞാൻ കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള ആൽമണ്ട്സ് അതുപോലെ ഡേറ്റ്സ്, നട്ട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോളൂ. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിൽ കേക്ക് ബാറ്ററൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ഷെഫിൻ്റെ എയർ ഫ്രയർ ഓവനിലായിട്ട് ഇത് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു കേക്ക് റാക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ കേക്കിന് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരു പ്രീസെറ്റ് മെനു ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 80 ഡിഗ്രി മുതൽ 200 ഡിഗ്രി വരെയാണ് ഇതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഉള്ളത്. അതുപോലെ ഇവിടെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ, അതുപോലെ ഡീഫ്രോസ്റ്റ് ഓപ്ഷൻ, ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. 120 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം. 2 കേക്ക് റാക്കാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരെണ്ണം നമ്മൾ കേക്ക് ഇതിനകത്ത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങളിതിൻ്റെ ഡിസൈൻ കണ്ടോ, എന്ത് കോമ്പാക്റ്റബിളാണെന്ന് നോക്കിക്കേ. വളരെ മിനിമൽ സ്പേസ് മതി ഇത് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ടെമ്പേർഡ് ഗ്ലാസിൻ്റെ കാര്യം പറയാൻ വേണ്ട, അതാണ് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മളിത് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്കിതിനകത്ത് നടക്കുന്നതൊക്കെ നല്ല ഈസി ആയിട്ട് കാണാനായിട്ട് പറ്റും. അത് നല്ലൊരു പ്ലസ് പോയിൻ്റ് അല്ലേ. ഇത് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു റൊട്ടേറ്റിംഗ് സ്നാക്ക് മേക്കറാണ്. ഫ്രൈംസ് ആണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ ഒപ്പമുള്ള ഫ്രൈയിങ് ബാസ്ക്കറ്റ്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കേരള സ്നാക്സ് ആയിട്ടുള്ള ഉന്നക്കായ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഫ്സ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഓർക്കണം, ഇത് ഓയിൽ ഫ്രീ ആണ്. ഒട്ടും ഓയിലില്ലാണ്ടാണ് നമുക്കിതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതെടുക്കുമ്പോൾ കൈ പൊള്ളും എന്നുള്ള പേടി വേണ്ട. ഒരു ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഹാൻഡിലും ഇതിനകത്ത് അവൈലബിൾ ആണ്. കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തൊന്ന് എടുക്കാനായിട്ട് പറ്റും. ഇതൊരു ട്രിപ്പ് ട്രേ, അതുപോലെ തന്നെ ഇത് നമുക്ക് ഗ്രില്ലിങ്ങിൻ്റെ ഓപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ താഴോട്ട് ഓയിലൊക്കെ ഇറ്റ് വീടുമല്ലോ, അത്
താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഈ ഒരു ഡ്രിപ്പ് ട്രേ. 360 ഡിഗ്രി ഹീറ്റ് റൊട്ടേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്ത് വെച്ചാലും നല്ല രീതിയിൽ, അതിപ്പോൾ ചിക്കൻ ആയിക്കോട്ടെ, പനീർ ആയിക്കോട്ടെ, വേറെ എന്ത് തന്നെ ആയിക്കോട്ടെ, ഈവണായിട്ട് നമുക്ക് മുരിഞ്ഞ് കിട്ടും. അതും നമ്മുടെ ഗ്രീൻ ഷെഫിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാത്തിനും കൂടിയുള്ള ഒരു ഓൾ ഇൻ വൺ ഓപ്ഷനാണ് നമ്മുടെ ഗ്രീൻ ഷെഫിൻ്റെ സിസിൽ ഡിജിറ്റൽ എയർ ഫ്രയർ ഓവൻ. നമ്മുടെ ബേക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കാം. ഇത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ റാക്ക് ഇങ്ങനെ പുൾ ചെയ്തതിന് ശേഷം എടുക്കാൻ പറ്റും. നമ്മുടെ കേക്ക് നിങ്ങൾ കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സൈഡിൽ നിന്നൊക്കെ വിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്ലീനാണ്, പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. മൈദയില്ലാതെ, എഗ്സ് ഇല്ലാണ്ട്, ബീറ്റർ ഇല്ലാതെ നമ്മുടെ ഗ്രീൻ ഷെഫിൻ്റെ എയർ ഫ്രയർ കം ഓവനിൽ തയ്യാറാക്കിയെടുത്താണ്. നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ ഷെഫിൻ്റെ സിസിൽ ഡിജിറ്റൽ എയർ ഫ്രയർ ഓവനിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ റെസിപ്പീസ് ഇനി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്.